ശരിക്കും ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന ഗസ്റ്റിന് ഞാനൊരു ഇൻട്രോ കൊടുക്കുന്നില്ല. ഇൻട്രോ കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാമായ ആളിനെ പറ്റിയിട്ടാണ്. ഓക്കെ. ശരിക്കും ചിരിയുടെ വലിയൊരു ലോകം സമ്മാനിച്ച മലയാളികളുടെ സ്വന്തം മനസ്സ് കീഴടക്കി കടന്നുപോയ ഒരു കലാകാരനുണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാവരും. നമ്മൾ പെട്ടെന്ന് ഓർക്കും അദ്ദേഹത്തിന്. കൊല്ലം സുധി ചേട്ടൻ. ശരിക്കും സ്റ്റേജിലും സ്ക്രീനിലും കാണികളെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിപ്പിച്ച ആ ഒരു മനുഷ്യൻ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ശരിക്കും അദ്ദേഹത്തിന് നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കോമഡി താരത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും എല്ലാം ജീവിതത്തിൽ കണ്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ എല്ലാമായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹീ ഈസ് ഒറ്റയാൻ. എങ്ങനെയുണ്ട്? ചിരിച്ചോ? ആൻഡ് കിച്ചു സുധി. അടിപൊളി. ചിരിച്ചോണ്ടപ്പോ സന്തോഷായി. കിച്ചു അങ്ങനെ വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഇൻവെർട്ടർ ആണ്. ഞാൻ പറയുന്നത് ഈ മൈക്കിൽ ഞാൻ ഇരുന്നോണ്ട് ഞാൻ ജെന്യുവൻ ആയിട്ട് പറയാം, ഈ പോഡ്കാസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് 7-8 മിനിറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വ്ളോഗിന്റെ ലെങ്ത് ഇല്ല, നമുക്ക് കുറച്ച് കൊണ്ടുപോകാന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ സംസാരിക്കുമ്പോണ്ടായിരിക്കും. കിച്ചു ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും കിച്ചുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണോ ഇത്? അതെ. അത് മായിമച്ചൻ്റെ കൂടെ ആയത് ഭയങ്കര സന്തോഷം. കാരണം പണ്ടോട്ടേ കാണുന്നുണ്ട് വ്ളോഗും കാര്യങ്ങളും. അടിപൊളി. അന്നേ ഓങ്ങിയിട്ടതാണ് എന്നെ. അതാ പിന്നെ വിളിച്ചപ്പോഴും ഒരു നോ പറയാനും ഞാൻ അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ പോകത്തില്ല. അടിപൊളി. അപ്പൊ നമ്മൾ ഇന്ന് വാരിക്കോരി സ്നേഹം കൊടുക്കും. വന്നല്ലോ, സ്നേഹം പറയും മുന്നേ സ്നേഹം വന്നു. വേണ്ട മോൻ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് വയറ് നിറച്ചും ഫുഡ് കഴിക്കാം. ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ഷോപ്പാണ്. പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആണത്. അപ്പൊ തട്ടിക്കൂട്ടി സെറ്റപ്പാ. ഒന്നും ഇങ്ങനെ തട്ടി ചെയ്ത് മൈക്ക് ആടും, ചിലപ്പോൾ ഒടിഞ്ഞു വീഴും. അതുകൊണ്ട് തട്ടാനും നിൽക്കണ്ട, സ്ട്രോക്ക് എടുക്കുമ്പോൾ നോക്കി കുടിക്കാം. അപ്പോൾ കിച്ചു ഇവിടെ എത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും. കിച്ചു പറഞ്ഞോ, കിച്ചുവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കിച്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കിച്ചു, എൻ്റെ പേര് കിച്ചു, 21 വയസ്സ്. ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടില്ല. ഇപ്പം പെട്ടെന്ന് അറിയപ്പെടണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ കൊല്ലം സുധിയുടെ മകനാണ്. ഇപ്പം വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ടീഷർട്ട് ബ്രാൻഡ് അതാണ് ഞാൻ എന്തോ ഒരു സാധനം പറയാനായിട്ട് ഇങ്ങനെ വെച്ചായിരുന്നു. ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആയിട്ട് ലൂപ്സി ബൈ കിച്ചു എന്നുള്ളൊരു ബ്രാൻഡൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കിച്ചുവിന്റെ ലൈഫ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ തുടങ്ങും എന്നൊക്കെ വിചാരിച്ചിരുന്നു? ഇല്ല. സമയം അച്ഛൻ ഉണ്ടായിരുന്ന ടൈമില് മോന്റെ ആഗ്രഹം എന്തായിരുന്നു? എന്താവണം? ഒരു ആഗ്രഹവും ഇല്ല. കാരണം വേണ്ടല്ല, എനിക്ക് അപ്പാപ്പ കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു ആഗ്രഹം, ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടറായിട്ട് ഒരാളുണ്ട്. ഒന്നിനും പേടിക്കേണ്ട ഒരു കാര്യത്തിനും ആ ഒരു ഇതുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു കംഫർട്ട് സോൺ വിട്ടതിന് ശേഷമാണ് സത്യത്തില് കിച്ചുവായി മാറിയത് അല്ലേ? ഇതുവരെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരുന്നു, ഒന്നും ചിന്തിക്കാതെ, അതിൻ്റെ അപ്പുറം എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ. കൊല്ലം വിട്ട് വേറെ ഏതെങ്കിലും ജില്ലകളിലൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ മിക്കയിടത്തും പോകാറുണ്ട്. അച്ഛൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പം പണ്ടോട്ടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും പരിപാടി അങ്ങനെ എല്ലായിടത്തും മാക്സിമം പോകാറുണ്ട്. അച്ഛൻ്റെ സപ്പോർട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ഓർമ്മ വെച്ച എപ്പോഴാണ് ആ ഓർമ്മ, അച്ഛനുമായിട്ടുള്ള ഒരു ഓർമ്മ ഏത് വയസ്സ് മുതലാണ്? അത് ജനിച്ചപ്പം മുതലുള്ളതേ. അല്ല, ഇപ്പം ഓർത്തെടുക്കാൻ പറ്റുമോ അതൊക്കെ പെട്ടെന്ന്? ജനിച്ചെടുത്തതെന്ന് പറഞ്ഞപ്പോ ഞാൻ അച്ഛൻ്റെ കൂടെ ഞാൻ തൊട്ടില്ല. എല്ലാ മൂമെന്റ്സും അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതായിരുന്നു കൂടുതലും. കാരണം എന്നെ സന്തോഷിപ്പിക്കാൻ അച്ഛൻ കൂടുതൽ നോക്കുക. ആണല്ലേ? അതെ. അപ്പം എന്ത് പറ്റിയാലും ഞാനൊന്ന് വിഷമിക്കരുത്, ആ ഒരു സംഭവം അച്ഛൻ എപ്പോഴും ഉണ്ട്. അപ്പം ആ ഒരു ഇത് നിലനിർത്തിയാണ് അച്ഛൻ എപ്പോഴും കൊണ്ടുപോകുന്നത്. കിച്ചു ഇത്രയും വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ മകനാണ്. ശരിക്കും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കുറേ കോമഡികളൊക്കെ കണ്ട് അല്ലേ? ഭയങ്കര രസമാണ്. അച്ഛൻ ജഗദീഷിനൊക്കെ കാണിക്കുന്നതൊക്കെ പെർഫെക്റ്റ് സാധനം. അച്ഛൻ്റെ പെർഫെക്റ്റ് ഒരു ഏതാണ് മോന് തോന്നിയിട്ടുള്ളത്? ഈ പറഞ്ഞ പോലെ തന്നെ ജഗദീഷും പിന്നെ ഈ സുരേഷ് ഗോപിയുടെ ശബ്ദം എടുക്കുന്നത്, പിന്നെ ഈ പെൺവേഷം ചെയ്യുന്ന സംഭവമുണ്ട്, അതിലൊക്കെ പുള്ളി കുറച്ച് നൈസാണ്. അച്ഛൻ്റെ പീക്ക് ടൈം ഏത് വർഷമായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഇറങ്ങിക്കഴിഞ്ഞ് സ്റ്റാർ മാജിക്, അതിൽ കൂടെയാണ് എല്ലാവരും ഒന്നുകൂടി ഭയങ്കരമായിട്ട് അറിയാൻ തുടങ്ങുന്നത്. പിന്നെ അറിയാം, പക്ഷെ സ്റ്റാർ മാജിക് വന്നപ്പോൾ തൊട്ട് ഒന്നുകൂടി ഫെയിം നല്ല രീതിയിലായി. തൊട്ട് നല്ലൊരു ഇതായിരുന്നു.
കുറെ കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെയാണ് വന്നത്. നിങ്ങളുടെ ഫാമിലി ആയാലും അല്ലേ, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, കടം, കുറെ കാര്യങ്ങൾ അല്ലേ. അത് ഒരു കൊറോണ ടൈം വന്ന സമയത്ത് ഒരുപാട് കടവായിപ്പോയി അച്ഛന്. കാരണം അച്ഛനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി, അതിനകത്ത് വെബ് സീരീസ് തുടങ്ങാന്നുള്ളൊരു പ്ലാനായി. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വീട്ടിൽ വിളിച്ചു വരുത്തി, ക്യാമറ എല്ലാ സെറ്റപ്പും. അപ്പോഴത്തേക്കും ലോക്ക്ഡൌൺ വെച്ച്. അത് അച്ഛന്റെ പൈസയിലാണോ? ആണോ? അച്ഛന്റെ യൂട്യൂബ് ചാനൽ അതിനകത്ത് ഇട്ടിട്ട് പോകുന്ന അതിന്റെ റവന്യൂ വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ഒരു പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ലോക്ക്ഡൌൺ ആയി. അപ്പോഴത്തേക്ക് ഈ ആർട്ടിസ്റ്റ് ഇതെല്ലാരും അങ്ങ് അവിടെ തന്നെ വീട്ടിൽ തന്നെ. ആണോ? ഇത്ര 1-2 മാസം എല്ലാരും വീട്ടിൽ തന്നെ. എന്റെ പൊന്നെ, അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കണം, ഞങ്ങളുടെ കാര്യം നോക്കണം, ആ സമയത്ത് എനിക്കിതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. ഞാൻ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു ഗെയിമും കളിച്ച് ഇങ്ങനെ പോകുന്നൊരിത്. അപ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. ആ റൂമിന്റെ അപ്പുറം ഇങ്ങനെ കാണുന്നുണ്ട്, വീഡിയോ എടുക്കുന്ന സംഭവം എഡിറ്റ് ചെയ്യുന്നൊക്കെ എൻ്റെ കമ്പ്യൂട്ടറിലാണ് വന്നിരുന്നു. അതിനുള്ള ആൾക്കാരും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഇതിലാണ് കാണുന്നത്. മനസ്സിലായി. ഇപ്പം കിച്ചു അച്ഛൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യാൻ പോയിട്ടുണ്ടാവും, പല നാടുകളിലും പോയിട്ടുണ്ടാവും. അപ്പോൾ പല കലാകാരന്മാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഗതിയുണ്ട്, കലാകാരന്മാർക്ക് അതായത് മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് ഇല്ല എന്ന്. അത് എപ്പോഴെങ്കിലും കിച്ചുവിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അച്ഛൻ്റെ കൂടെ പോയിട്ട് എനിക്ക് അതൊരങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലായിടത്തും ഒരു അക്സെപ്റ്റൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. മോനെ എല്ലാവർക്കും അച്ഛനെ കിട്ടി കാണാം, എനിക്കറിയില്ല. പറഞ്ഞോട്ടാ, സോറി. ഞാൻ എൻ്റെ ഇടയിൽ ഇന്റർവ്യൂ ചെയ്യും. ഞാൻ തീർന്നെന്ന് വിചാരിച്ചില്ല. ഓക്കെ, എല്ലാവർക്കും 2 ഫേസ് ഉണ്ട് മോനെ. ഇപ്പൊ കിച്ചുവിനെ 2 ഫേസ് ഉണ്ട്. അല്ല, അതെ, ഇപ്പൊ എനിക്കും ഉണ്ട് മോനെ. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് എനിക്ക് ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കും. സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അവരുടെ ഫേസ് മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ, അല്ലേ? ഇപ്പൊ അച്ഛനെ നമ്മളെല്ലാം കാണുന്ന TV കൂടെ കാണുന്ന അച്ഛൻ ഭയങ്കര ഹാപ്പി ഫേസ് ആയിട്ടുള്ള അച്ഛനാണ്. കാരണം നമ്മളെല്ലാം ചിരിപ്പിച്ചിരുന്നു, കൂടെ അവിടെ നിന്ന് കുല്ലൻ സുചേട്ടൻ അടിക്കുന്ന ഓരോ കൗണ്ടറുകളും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ TV കാണുന്ന സുചേട്ടനും വീട്ടിലുള്ള സുചേട്ടനും എങ്ങനെയായിരുന്നു? ഒരേപോലെയാണ്. പിന്നെ വിഷമങ്ങൾ വരുമ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഷെയർ ആണല്ലേ? കാരണം ഭയങ്കര കൂടെ എപ്പോഴും ഞാനും അച്ഛനായിരിക്കും ഷൂട്ടിന് പോവുക. അപ്പോഴായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ള ഒരു ടൈം. അപ്പം അതിൽ ഞങ്ങൾ ഒരുപാട് സംസാരിക്കും ഇങ്ങനെ കാര്യങ്ങൾ. ഇപ്പം അച്ഛൻ്റെ വിഷമമാണെങ്കിലും പറയും. എൻ്റെ മുന്നേ ഇരുന്ന കൂടുതലും കരയുകയൊക്കെ ചെയ്യാം. കരഞ്ഞിട്ടുണ്ട്? കരഞ്ഞിട്ടുണ്ട്. അപ്പൊ മോ എന്ത് ചെയ്യാ? അപ്പൊ എന്താണ് സമാനിപ്പിക്കുന്നത്? എങ്ങനെയാണ്? പോട്ട് നമുക്ക് റെഡിയാക്കാം. മോൻ കൂടെ കരയോ? എന്നിട്ട് ചിലപ്പോ കാണുമ്പോ നമ്മക്ക് തന്നെ കാണുമ്പോ ഒരു വിഷമം വരില്ലേ, അങ്ങനെ കണ്ണു നിറയും. അച്ഛൻ ഇപ്പൊ കൂടെ ഉണ്ടെന്നല്ലേ? അതുകൊണ്ടാണല്ലോ ഇതുവരെ എത്തിയത്. ആ ഒരു തോന്നലില്ലേ ആക്ച്വലി? അതെ. സംസാരിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ? എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഓരോരോ ചിന്തകളാണ് കൂടുതലും. ഇപ്പൊ കുഴപ്പമില്ല വലുതായിട്ട്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എന്തുവാ? അച്ഛനായിട്ട് ഞാൻ ഒരു വട്ടം ഒരു വഴക്കായിരുന്നു. പക്ഷെ എൻ്റെ ഒരു മനസ്സിലൊരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എനിക്ക് തിരിച്ചൊരു സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കാര്യം പോലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ടത് ഇത്ര വരെ എനിക്ക് ചെയ്തു തന്നു. പക്ഷെ ഞാൻ അതുപോലും അന്ന് മനസ്സിലാക്കി എടുത്തില്ല ഓരോ കാര്യങ്ങൾ. അതൊക്കെ ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അടിയുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടൊരു സംഭവം വന്ന് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരമായി. അപ്പൊ അച്ഛനോട് പറയാറുണ്ട് ഇങ്ങനെ കുടിക്കല്ലേ അങ്ങനെ? പറയാറുണ്ട്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം. അച്ഛൻ്റെ കൂട്ടുകാരാണേലും അത് കുറച്ചൊരു ഇതായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കുമായിരുന്നു ഞാൻ ഉണ്ടെങ്കിൽ വലിയായിട്ട് ഇതില്ല. ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് നിർത്തും. ഇപ്പം ഈ കണ്ണുള്ളപ്പോൾ അതിന്റെ വാല്യൂ അറിയത്തില്ല. അപ്പോ കണ്ണില്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ വാല്യൂ അറിയുന്നതെന്നല്ല. അങ്ങനെ വന്നൊരാളാണ് ഞാൻ. എനിക്ക് അറിയില്ലായിരുന്നു സത്യം. ഒറ്റയടിക്കാണ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പൊ ഈ കണ്ണ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരുടെ റിയൽ ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് കപ്പിളായിരിക്കും. അപ്പോൾ അതിനുശേഷം കിച്ചുവിന്റെ ലൈഫിൽ കിച്ചു പഠിച്ചൊരു പാഠം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പാഠം പഠിച്ചെന്തെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്കൊരു ഒന്നും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു കൂട്ടാനെങ്കിലും എൻ്റെ കൂടെ വേണം. അതാണ് എനിക്കിപ്പം മാറ്റിയെടുക്കേണ്ട ഒരു സംഭവം. ഒരു കാര്യം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇത്ര വയസ്സായിട്ടും
ചില കാര്യം അല്ലല്ലോ, ഒറ്റയ്ക്ക് നേടിയെടുത്ത് വീടുണ്ടാക്കില്ലേ. അങ്ങനെ ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എനിക്കൊരു കൂട്ടുകാരോട് കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലേ, അത് മാറ്റിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതെ അതെ അതിനല്ലേ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. അത് ആര് പറഞ്ഞിട്ടാ അതിപ്പോ സ്റ്റാർട്ട് ചെയ്തത്? അതിങ്ങനെ ഫ്രണ്ട്സും എല്ലാരും കൂടെ അത് എപ്പോഴാണ് ആ ഡിസിഷൻ എടുക്കുന്നത്? എങ്ങനെയാണെന്ന്, സ്വന്തമായിട്ട് ഏർണിങ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണോ? അന്ന് ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൊമിനോസിലോ അങ്ങനെയൊക്കെ ജോലിക്ക് പോയി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ വിചാരിച്ചത് എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ. അങ്ങനെ അങ്ങനെ ഒരു തോട്ട് തോന്നി. അപ്പോൾ കൂട്ടുകാരെടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇപ്പോഴത്തേക്ക് ആദ്യം യൂട്യൂബ് തുടങ്ങുന്നു പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ട്, അത് കൂട്ടുകാരെല്ലാവരും കൂടെ ടൈപ്പ് ചെയ്ത് ഒരു പാരഗ്രാഫൊക്കെ എഴുതി അങ്ങനെയൊക്കെ ഇട്ടൊരു പോസ്റ്റാണ്. അപ്പം അതിൽ കൂടെ തന്നെ അത് ഭയങ്കരമായിട്ട് റീച്ച് ആയിരുന്നു. അതിൽ കൂടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കരമായിട്ട് കൂടി, ഭയങ്കര സപ്പോർട്ടായി അന്നോട്ട്. കൂട്ടുകാരന്മാർ ഭയങ്കര സപ്പോർട്ടല്ലേ? അതെ അതെ അതെ. പക്ഷെ കൂടെ ഇപ്പൊ വന്നിരിക്കുന്ന കൂട്ടുകാരന്റെ പേര് ജയ്ജിത്ത്. ജയ്ജിത്തിനെ യൂട്യൂബ് കാണുന്നവർക്ക് എല്ലാവർക്കും തുടക്കം തൊട്ടേ അറിയാം. ജയ്ജിത്താണ് കൂടെ നിന്ന് പറന്ന് ഡയലോഗൊക്കെ അടിക്കുന്ന ടീം. ജയ്ജിത്ത് മറ്റേ സപ്പോർട്ട് സിസ്റ്റം ആണ്. ജയ്ജിത്തിന്റെ പക്ഷെ കൂട്ടുകാരന്റെ കൂട്ടുകാരനാണ് അല്ലേ? അതെ അതെ. ഞാൻ കൊല്ലത്ത് വന്നിട്ട് കമ്പനിയാന്ന ജയ്ജിത്ത്. അതിനു പിന്നെ എവിടെയായിരുന്നു? കൊല്ലത്തല്ലാതെ? ഞാൻ 9ാം ക്ലാസ് വരെ കൊല്ലത്ത് പഠിച്ചിട്ട് പിന്നെ കോട്ടയത്ത് പോയി, അമ്മയുടെ സ്ഥലത്ത് പോയി. പിന്നെ അവിടെ ആയിരുന്നു 10, +1, +2 അങ്ങനെയൊക്കെ. +1 +2 പോയില്ല. ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടെ എഴുതിയെടുത്ത. അച്ഛൻ മരിച്ച സമയത്താണ് പിന്നെ. അച്ഛൻ്റെ അടുത്ത് എല്ലാം കിച്ചു ഷെയർ ചെയ്യായിരുന്നു എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യം എനിക്ക് ഇപ്പം ഇവനില്ലേ ജയ്ജിത്ത് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുക ആണല്ലേ. അത്ര ഒരു ഇതുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയില്ല. ഇങ്ങനെ ഇതൊക്കെ ചെന്ന് പറയണമല്ലോ, ആ ഒരു പേടിയില്ല. പറഞ്ഞാലും ആദ്യം വഴക്ക് പറയെങ്കിലും പിന്നെ അടുത്ത് നിന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ആ ഒരു സംഭവം വന്നിട്ട് പറയുക. അപ്പം അതുകൊണ്ട് ഭയങ്കര ഒരു ധൈര്യം എന്തും പറയാൻ. മനസ്സിലായി മോനെ. അച്ഛൻ കുറേ ആക്ടേഴ്സിനെയൊക്കെ കാണിക്കും നമ്മൾ നേരത്തെ സംസാരിച്ചത്. അപ്പൊ അച്ഛനെ കണ്ടുപഠിച്ചിട്ട് മോനൊന്നും ചെയ്തിട്ടില്ലായിരുന്നോ മിമിക്രി അങ്ങനെയൊന്നും? അച്ഛൻ്റെ കൂടെ പണ്ട് ഈ പറഞ്ഞ പോലെ ജഗദീഷൊക്കെ കൂടെ സ്റ്റേജിലും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഒന്ന് മുഖത്ത് എങ്ങനെ? അയ്യോ ഇപ്പൊന്നും ഇപ്പൊ വരൂലേ? പോയില്ല, പണ്ട് വരുമായിരുന്നു. ഇപ്പൊ ട്രൈ ഒന്നും ചെയ്ത് നോക്കാം? അങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അച്ഛൻ്റെ കൂടെ സ്റ്റേജിൽ കയറിയ ഓർമ്മകളും എല്ലാം അതുണ്ട്. സ്റ്റേജിൽ പിന്നെ മഴയിൽ മനോരമയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിലും സ്കിറ്റിനൊക്കെ പോയി നിൽക്കുമായിരുന്നു കൂടെ. സപ്പോർട്ടിനാണ്. സപ്പോർട്ട് അങ്ങനെയുള്ളു. അപ്പൊ ഇനി ആ ഒരു സ്റ്റേജ് ലൈഫ് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നുമില്ല? ആർക്കാ? എനിക്കോ? ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു ബോറടിക്കുമ്പോ കൂടെ നിൽക്കുന്നു. അല്ലെ ഞാനും അച്ഛനും ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഞാൻ പോസ്റ്റ് ആവും. ആ രീതിയിൽ എന്ത് പറയും, നീ എങ്കിൽ ആ സൈഡിൽ നിന്നു, അങ്ങനെ പിടിച്ചു നിൽക്കുന്നേ. അഭിനയ മോഹം അങ്ങനൊന്നുമില്ല ആ ടൈമിൽ? അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ. കോള് വല്ലതും വന്നിട്ടുണ്ടോ അങ്ങനെ? പണ്ട് വന്നിട്ടുണ്ട്, അപ്പം ഇതാക്കിയില്ല. ആ പടം വൻ പടമായിരുന്നോ വന്ന? അങ്ങനെ അറിയില്ല. മറ്റേ ഈ കോഴിക്കോട് എന്തോ ഒരു ആക്സിഡന്റ് നടന്നില്ല, എന്തോ 14 പിള്ളേരെങ്ങാണ്ട് സ്കൂൾ ബസ്സിൽ നിന്ന്, അതിന്റെ ഒരു സ്റ്റോറി അങ്ങനെ എന്തോ. അതിലൊരു കുട്ടിയായിട്ടാണോ? അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ആയിരുന്നു. ഓക്കെ. ഇനി സിനിമയിൽ അവസരം വന്നു കഴിഞ്ഞാൽ അഭിനയിക്കോ? പിന്നെ ഒരു ഇതുണ്ട്, ആഗ്രഹമുണ്ട്, നോക്കാം. ഞാൻ ഏതൊരു സ്റ്റോറി കണ്ടാണ് ഇങ്ങനെ അച്ഛനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം അച്ഛനെ പണ്ട് ഇതേപോലെ കട്ടൻ പിടിച്ചു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു അസീസിക്ക് എന്തോ പറയുന്നത്. അതൊക്കെ കുഞ്ഞില്ലേ, അപ്പം ഓർമ്മ ഉണ്ടതാ? ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്വപ്നമൊക്കെ കണ്ട ഒരു ആ രീതിയിൽ ഓർമ്മയുണ്ട്. കാരണം ആ സമയത്ത് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. ഈ പരിപാടിക്ക് എല്ലാം കൊണ്ടുപോകും അപ്പൊ കൂടെ. അപ്പൊ എനിക്കിതൊക്കെ ബോറടിയാണല്ലോ അവിടെ. അപ്പൊ ഞാൻ ഓരോന്നൊക്കെ ചെയ്യാനായിട്ടും ഇങ്ങനെയൊക്കെ നടക്കും, പുറയിലും സ്റ്റേജിന്റെ ബാക്കിലാണ് കൂടുതലും നിൽക്കുക. അപ്പം അങ്ങനെയൊക്കെ കട്ടനൊക്കെ പിടിക്കാനൊന്നും ഒരു ദിവസം അറിഞ്ഞില്ലേ. പെട്ടെന്ന് ഇത് ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമാണ്, പെട്ടെന്ന് വിട്ടത് ഞാൻ അതിന്റെ കൂടെ അങ്ങ് പോയി. വെയിറ്റ് ആയിരുന്നു ഭയങ്കര. ആ സമയത്ത് അറിയത്തില്ല, ഞാൻ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചതാ. പക്ഷെ എന്റെ കൈ നിന്നില്ല, അപ്പൊ ഞാനും കൂടെ അങ്ങ് പൊങ്ങിപ്പോയി. ഇപ്പം കിച്ചുവിന്റെ അടുത്ത് അച്ഛൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായപ്പോ ഏകദേശമൊക്കെ ഉണ്ടാകും. അപ്പൊ അതില് ഇപ്പം ഏതൊരു മനുഷ്യൻ കാണുമല്ലോ എന്റെ അടുത്തും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. എന്നാലും ഇപ്പം ഏതൊരു മനുഷ്യനും ജീവിതത്തില് ചില കാര്യങ്ങളോട് ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ അച്ഛൻ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പേടി എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തോട് ഇങ്ങനെ പേടി അങ്ങനെ? ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന തന്നെ, ഈ കാറിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ ഈ സ്പീഡിലൊക്കെ പോകുന്ന അതൊക്കെ ഭയങ്കര പേടിയാ. അതൊക്കെ ഉള്ളൊരു പേടി. പറഞ്ഞിട്ടുള്ള ഞാൻ വണ്ടി ഓട്ടിക്കുമ്പോഴും കൂടുതലും പറഞ്ഞു പയ്യപ്പോണേ ആ ഒരു സംഭവം. അതാണ് കൂടുതലും പേടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അച്ഛൻ. പറഞ്ഞു, എനിക്ക് പേടിയായത് പയ്യപ്പോയത്. അച്ഛൻ പോയ ടൈമിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വീഡിയോസിലെ കൂടെ ഒക്കെ കാണുന്നു, നമ്മള് ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്നു, കൂടെ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ അവരൊക്കെ ഉണ്ടോ കൂടെ? ഇല്ല ഇല്ല. വിളിക്കാറോ അന്വേഷിക്കാറൊന്നുമില്ല? ഇല്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടും, ലക്ഷ്മി ചേച്ചി വല്ലതും ഒക്കെ മെസ്സേജ് ഇടും, അതൊക്കെ ഉള്ളു. ഒന്ന് വെളിയെടുത്തോണ്ട് പോ പ്ലീസ്. വരാ പൂച്ചാണ്ടി നല്ല പാട്ട്. ഓക്കെ. മോനെ ഒരു വിളിക്കാറോ വല്ലതും ഉണ്ടോ? ഇല്ല, ഇപ്പം അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല. ജസ്റ്റ് എന്തെങ്കിലും ഇടയ്ക്കൊക്കെ വല്ല മെസ്സേജ് ഇടും, അങ്ങനെയൊക്കെ ഉള്ളൂ. വലിയായിട്ടൊരു കോണ്ടാക്ട് ഇല്ല ഇപ്പം. ശരിക്കും ഷിഫിനെ നമ്മൾ ഈ കാണും പോലെ ഒന്നും അല്ലല്ലേ? എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാ, അതായത് ഒരു 2 മാസമൊക്കെ സംസാരിക്കാതിരുന്ന ടച്ച് അങ്ങ് വിടും. ഉറപ്പായിട്ട് തേക്കുമല്ലേ നീ എന്നെ? പിന്നെ ഉറപ്പായിട്ട് ഞാൻ അതങ്ങനെയാണോ അത് സംഭവം? എന്താണ്? എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് വർഷങ്ങളോളം വിളിക്കാത്ത ഫ്രണ്ട്സിനെയൊക്കെ പിന്നെ വിളിക്കുമ്പോൾ അത് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് അതിപ്പം ചില എനിക്കും കൂട്ടുകാരുണ്ട്, ഡെയിലി വിളിക്കത്തില്ലായിരിക്കും, പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഒരു അങ്ങനെ എനിക്ക് ഉള്ള ഫ്രണ്ടാണ് ഹംബിൾ മ്യൂസിഷ്യൻ. അങ്ങനെ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അഭിലാഷ് വ്ളോഗർ അല്ല, എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. അവനൊക്കെ ഒരു 3-4 മാസം ടച്ച് ഇല്ലാതിരിക്കും, പക്ഷെ വിളിക്കുമ്പോഴും നമ്മൾ കറങ്ങാൻ പോവും, കാണും. അതെ അതെ അതെ. അപ്പൊ അച്ഛൻ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ലേ? അച്ഛന് കാണാം, അച്ഛൻ്റെ ആയിട്ടുള്ള എൻ്റെ അടുത്ത് ഒരു ഇത് കാണത്തില്ലെന്നായിരിക്കും ചിലപ്പം. കാണത്തില്ല എന്നല്ല കേട്ടോ, അവർക്ക് അവരുടെ ആയിട്ടുള്ള തിരക്ക് കാര്യങ്ങൾ കാണും. അച്ഛൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ്? ഇപ്പൊ നമ്മുടെ ജെയിനെ പറഞ്ഞ പോലെ ജയിച്ചിത്ത്. അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഞാനായിരിക്കും. ആണോ? അത് കഴിഞ്ഞ അച്ഛൻ്റെ വേറെ സെലിബ്രിറ്റി ഫ്രണ്ട്സ് അങ്ങനെ വല്ല? മമ്മൂക്കനോട് സ്റ്റാർ മാജിക്കില് എല്ലാവരും അച്ഛനും അങ്ങനെ ഒരാളില്ല. അച്ഛന് എല്ലായിടത്തും അച്ഛനും ഒരുപോലെ ഒരു, അല്ലാതെ ഈ പുള്ളിയെടുത്ത് ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇല്ല, എല്ലായിടത്തും ഒരുപോലെ നിൽക്കുക. ഇപ്പം അച്ഛൻ ജീവിച്ചു വെച്ച ഒരു ലൈഫ്, അപ്പൊ ആ ഒരു ലൈഫിൽ നിന്ന് കിച്ചു ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കിച്ചു മനസ്സിലാക്കിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ കാര്യം നോക്കി പോവുക, അതിനകത്ത് വേറൊരു ലൈഫിലോട്ട് ഇടപെടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ ഇടപെടാതെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ അങ്ങ് പോകണം. ഇതുപോലെ അഡ്വൈസ് ഒക്കെ തരുമായിരുന്നോ? പറയും. ഇതിനെ പറ്റിയിട്ടാണോ പറയുന്നത്? അങ്ങനെ ആരെയും വിശ്വസിക്കല്ലേ, ഇങ്ങനെ പൊക്കോണം എന്നൊരു രീതിയിൽ പറയും. എപ്പോഴും നമ്മൾ മാത്രമേ കാണുള്ളൂ, ഈ കാണുന്നവരാരും കൂടെ കാണില്ല, സംഭവമൊക്കെ പറയപ്പോഴും. എല്ലാരും സുധിച്ചേട്ടനെ വെച്ചിട്ടാണ് മോനെ പറയുന്നത്. സുധിച്ചേട്ടന്റെ മകനാണെന്ന് നമ്മളോടൊപ്പം അങ്ങനെ അറിയാനാണോ ആഗ്രഹം? അതെ ആണ്. കൊല്ലം സുധിയുടെ മകനെന്ന് അറിയാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ കുറേ നേരമായി അച്ഛൻ കാരണം നമുക്ക് മെയിൻ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പോഡ്കാസ്റ്റിലൂടെ അറിയാനും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനി നമുക്ക് കിച്ചുവിലേക്ക് വരാം. കിച്ചുവിൻ്റെ ലൈഫ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേട്ടറിഞ്ഞത് വെച്ചിട്ട് ശരിക്കും ഇപ്പോൾ കിച്ചു ഞാൻ ചെയ്തതൊരു തെറ്റായിപ്പോയി, എനിക്കത് ശരിയാക്കിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന വല്ല കാര്യം വല്ലതും ഉണ്ടോ? ഇപ്പം പറഞ്ഞില്ല, ആ വഴക്കുണ്ടായത് ഒരു ഭയങ്കരമായിട്ടൊരു അച്ഛനുമായിട്ടല്ല, അല്ലാതെ ഇപ്പം നോക്കുകയാണെങ്കിലും എല്ലാം ഈ ഇപ്പം വ്ളോഗിങ് തുടങ്ങിയത് എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എടുത്ത് ചില സമയത്ത് തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. ഈ ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴേ ശരിക്കും ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ഷോർട്ട് ടേം വേർഡ് വരാറുണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു പോയത് പിന്നെ അത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡ് ആ ഒരു ഇത്ര ടൈമിൽ നമുക്ക് കാണുള്ളൂ. അത് കൺട്രോൾ ചെയ്താൽ മതി നമ്മൾ. അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ അത് മാനേജ് ചെയ്യുന്നത്. അതെ അതെ. ഞാൻ ഈ പറയുന്നതാണെങ്കിൽ ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും, അപ്പം എനിക്കും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഒക്കെ ആവും. കാണുമ്പോഴും വിഷമം വരും ചില വീഡിയോ കാണുമ്പോൾ. അത് കുറച്ച് നേരത്തേക്ക് ആ വിഷമം ഉണ്ടാകത്തങ്ങ് ഫീൽ ചെയ്തങ്ങ് തീർക്കുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ കുറ്റം പറയുന്നതല്ല, എന്നാലും ഒരു പരിധിവരെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം വിദ്വേഷമൊക്കെ ഉണ്ടാക്കുന്നത് ഓൺലൈൻ മീഡിയാസിന് വലിയൊരു പങ്കുണ്ടെന്ന് എനിക്ക് എപ്പോഴൊക്കെയോ എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലേ? എവിടേക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു എത്തിക്സും ഇല്ലാണ്ട് ഒന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഒരു ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനമായിരിക്കും, അത് കിട്ടിയൊരു വലിയൊരു സംഭവം, ചെറിയൊരു വാക്ക് അത് വലിയൊരു കഥയായി മാറും അത് എത്തുമ്പോഴത്തേക്ക്. അതൊക്കെയാണ് ഒരു പ്രശ്നം. ഈ
പ്രൈവസിയിലൊക്കെ ഇടിച്ച് ആണാണ് പ്രൈവസി അതൊരു സംഭവമാണ് ശരിക്കും. നമ്മുടെ പ്രൈവസിയിൽ ഇടിച്ചു കയറി ഇപ്പൊ കിച്ചു പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കിച്ചുവിനെ തേടി ആൾക്കാരൊക്കെ വന്ന് വീഡിയോ എടുത്ത് അത് ചില സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. എനിക്ക് ഈ വീട്ടിൽ വരുന്നതൊന്നും ഞാനാണേലും എന്നെ വിളിക്കുക അതിന് മുന്നേ അല്ലെങ്കിൽ മെസ്സേജ് ഇടും ഇങ്ങനെ വരട്ടെ, ഞാൻ പറയും വേണ്ട വരണ്ട. പക്ഷേ ചില ആൾക്കാരത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ചില സെലിബ്രിറ്റീസ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്കും കൂടെ കണ്ടതാണ്. മച്ചാൻ്റെ കൂടെ ഒരു ഇനാഗ്രേഷൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ, നമ്മൾ ഈ അടുത്തിടയ്ക്ക് പോയപ്പോൾ ഒരാളിങ്ങനെ സ്റ്റേജിൽ അങ്ങ് ഇരുന്ന് കൊടുക്കുകയാണ്, എന്നാ എൻ്റെ വീഡിയോ എടുത്തോ എന്നുള്ള രീതിയിൽ. ഇത് നമ്മുടെ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അത് പൊക്കി കാണിച്ചു കൊടുത്ത ജസ്റ്റ് ഇത് ഒരെണ്ണം കഴിച്ചോണ്ടല്ലോ. ഓക്കെ കിച്ചു, നീ വീണ്ടും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ എന്താ പേര്? ഇവിടുന്ന് പോണ്ടെന്നുള്ള രീതി. അതെ, ഇത് ടിക്കാണ്, ഇവിടത്തെ സ്പെഷ്യൽ ടിക്കാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബാർബിക്യൂ സ്പേസിന്റെ ഇത് മൊത്തം എനിക്ക് കഴിക്കാനാണോ? ഇത് മോന് കഴിക്കാൻ. ഇത് നമുക്ക് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചാൽ പോരെ? ഇത് അവര് കഴിക്കട്ടെ. എന്നാ കഴിക്കാനും ഇവൻ സമ്മതിക്കൂല. എനിക്ക് വന്ന പ്ലേറ്റ് അവർക്ക് കൊടുത്തു. ഞാൻ അത് കഴിക്കാൻ വേണ്ടി ഇല്ല, എടുത്ത് കഴിച്ചോ. പറഞ്ഞോ. ഓൺലൈൻ മീഡിയാസിനെ പറ്റിയിട്ട്. അപ്പം ഈ അടുത്തിടയ്ക്ക് നിങ്ങളൊരു ഇനോഗ്രേഷൻ പോയപ്പോൾ ഞാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ട്. അപ്പം അതിൽ ഒരു സെലിബ്രിറ്റി അങ്ങ് ഇരുന്ന് കൊടുക്കുകയാണ്, എന്നാ എൻ്റെ വീഡിയോ എടുത്തോ എന്നുള്ള രീതിയിൽ. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം അത് വെച്ചിട്ടായിരിക്കാം അവർ ഈ പറഞ്ഞതുപോലെയൊക്കെ പ്രൈവസിയിൽ കുറച്ചുകൂടെയൊക്കെ ഇടിച്ചു കയറുന്നത്. എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പം എന്തോ ഒരു നമ്മുടെ ഫാമിലി ലൈഫ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ നല്ലതായാൽ കുഴപ്പമില്ല. ഇപ്പൊ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ഇത് ചുമ്മാ വരുന്ന സ്ഥലത്ത് വന്നിട്ട് വേറെ ചോദ്യം ചോദിക്കുക. നമ്മൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോ ഏത് മൂഡിലാണെന്ന് അറിയില്ല. പെട്ടെന്ന് ക്യാമറ ഒക്കെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചേട്ടാ വീടിന്റെ അഡ്രസ്സ് ഒന്ന് തരുമോ? ഞാൻ പറഞ്ഞു എന്ത് പറ്റി? വീട് പാലാച്ചിന് വരാൻ. ഞാൻ പറഞ്ഞു വീട് പാലാച്ചിന് നീ വന്നോ, കുഴപ്പമില്ല, പക്ഷെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ അതാ വേണോന്ന്. വീഡിയോ എന്തിനു മോനെ? വീഡിയോ ഞാൻ ആരെയും വീഡിയോ വ്ളോഗേഴ്സിനെ ഒന്നും ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, ആരും ഇല്ല, ഞാൻ മാത്രം. എന്നാലും വീഡിയോ എടുക്കാതെ അവരങ്ങനെയാ ചിന്തിക്കുന്നത്. അതെ അതെ അതെ. അങ്ങനെ വല്ലതും തുടങ്ങണമെന്ന് ആഗ്രഹം വല്ലതും ഉണ്ടായിരുന്നു? അതാവുമ്പോ ഫേസ് കാണിക്കണ്ട, ക്യാമറയും കൊണ്ട് പോയാൽ മതി. അയ്യോ ഇല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതൊരു സംഭവം ഇപ്പം അത് ആണോ? കാരണം അച്ഛൻ്റെ ചടങ്ങിന് വരെ ഇവര് വന്നിങ്ങനെ നിൽക്കും, രാവിലെ തൊട്ടേ നിൽക്കും. അപ്പൊ സലീം കുമാറിന്റെ ആ ഒരു കണ്ടായിരുന്നു ആ വീഡിയോ, ചന്തു ചൂടാവുന്നത്? ആ കണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് തോന്നിയോ ചന്തു? എനിക്കത് കറക്റ്റ്. എനിക്ക് ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ഒരു സമയത്ത് നിന്നപ്പോൾ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം അത്ര ഒരു ചെറിയൊരു സ്ഥലം അതിനകത്ത് ഇടുങ്ങി നിൽക്കുമോ, ശ്വാസം മുട്ടി വരെ നിൽക്കുമോ ഇങ്ങനെ. ഈ പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി വരെ ഇങ്ങനെ വീഴാന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുക. അപ്പം ആ ഒരു സമയത്ത് എന്തായാലും ആരാണെങ്കിലും അങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്ത് പോകും. കിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെയല്ല ഞാൻ കഴിഞ്ഞ ഇതിപ്പോ ഒരു ഓണം വരാറായി, ഈ ഓണം വരാറായി. ഈ കഴിഞ്ഞ ഓണത്തിന് കുറെ ഇന്റർവ്യൂസിന് ഞാൻ കണ്ടിട്ടുള്ള കിച്ചു ഇത്രയൊന്നും സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉത്തരങ്ങളാണ്. ഓയ്യോ ആണ് ഭയങ്കര ഒരു മെഡിക്കൽ മിറാക്കിളാണ് നടന്നിരിക്കുന്നത്. ഇതാരാ പഠിപ്പിച്ചെടുത്തത്? ഇത് സ്വന്തമായിട്ട് എടുത്തിട്ട് വന്നതാ. എനിക്ക് തന്നെ ഉണ്ടായിരുന്നു സംസാരിക്കണം നല്ലപോലെ, ഒരടുത്ത് നിന്ന് കഴിഞ്ഞ് ഒരു നല്ലപോലെ സംസാരിക്കാൻ പറ്റണം. അപ്പൊ അടുത്ത ഓണത്തിന് എന്തായിരിക്കും വലിയൊരു മോട്ടിവേറ്റർ അങ്ങനെ വല്ല ആവോ? ഇനി എന്താണ് അടുത്ത വർഷം ആവുമ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണൊന്ന് ആരും ഇറക്കി വിടാൻ പോരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? അപ്പൊ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോൾ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. വീട് സേഫ് ആയിട്ട് നിൽക്കാൻ കൊല്ലം എന്ന് പറയുമ്പോ കൊല്ലത്ത് എനിക്ക് എവിടെ വേണമെങ്കിലും സേഫ് ആയിട്ട് നിൽക്കാം, കൂട്ടുകാരുള്ളതുകൊണ്ട്. അതൊരു ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് എവിടെ വേണേലും നിൽക്കാം അവിടെ. കൊല്ലത്ത് എവിടാ വീട്? കൊല്ലം മാടന്നട എന്ന് പറയും. പ്രോപ്പർ കൊല്ലം തന്നെ. ഈ കൊല്ലംകാരെ പറ്റിട്ട് റീലുകളും അതുപോലെ തന്നെ ലേസ് കൊടുക്കാത്തതിന്, പപ്പടം കൊടുക്കാത്തതിന്. പക്ഷെ എന്റെ സലാഡിന്റെ ഒക്കെ റെഡി ഇട്ടിട്ടില്ലേ? സലാഡ് അതിന് എന്റെ ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു. അത് സംഭവം പറഞ്ഞു വരുമ്പോ വേറെ രീതി വരുന്നതാ. ഈ വേറെ എന്തെങ്കിലും ഒരു കാരണത്തിനായിരിക്കും എന്തെങ്കിലും ഒക്കെ നടക്കുക, പക്ഷെ അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും സലാഡ് ചോദിച്ചാൽ അടിയുന്നാകും. ഇനി കെട്ടിക്കോ പോകുന്ന പെൺകുട്ടിയെ ഇനി അവൻ പ്രേമിച്ചിരുന്നു അത് ചോദിക്കാൻ വേണ്ടി അതല്ലായിരിക്കുമല്ലോ? അങ്ങനൊന്നുമില്ല, ചെറിയ എന്തെങ്കിലും ഒക്കെ ഒരു കാരണം കിട്ടിയാൽ മതി. ഭയങ്കരമായിട്ട് പൊട്ടും ചിലവർക്ക്. ശരിക്കും തിരുവനന്തപുരം ഇപ്പം ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ് പോഡ്കാസ്റ്റിന്. കൊല്ലം കമ്പയർ ചെയ്യുമ്പോ അത് ശരിയാണോ? കൊല്ലംകാർക്ക് പെട്ടെന്ന് ദേഷ്യം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു? ഇല്ല, ഭയങ്കര സ്നേഹമാണ്. സത്യം പറഞ്ഞാൽ അത് ഉണ്ടാക്കി സ്നേഹിച്ചാ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അപ്പൊ മറ്റേതാ സംഭവം എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കിയെടുത്തതെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ എറണാകുളത്തൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത്
പലരും പറയും മറ്റേ എന്തോ വടക്കനെയും പാമ്പിനെയും അടിക്കണമെന്ന്, അതായത് തെക്കനെയും പാമ്പിനെയും അടിക്കണമെന്നാ കണ്ട അപ്പം അടിച്ചു കൊല്ലണം, അങ്ങനെ ഒരു സീൻ. അതായത് അവരൊരു വേർതിരിവോടെയാണ് ഇങ്ങോട്ടൊക്കെ ഉള്ള ആൾക്കാരെ കാണുന്നത്. പിന്നെ ചില ന്യൂസ് റിപ്പോർട്ടേഴ്സ് അതിനെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം കൊല്ലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്ത് പ്രശ്നം നടന്നെന്ന് പറയൂല, കൊല്ലത്ത് പ്രശ്നം നടന്നേ അവർ പറയുള്ളൂ. ട്രിവാൻഡ്രത്തും ഇതേപോലെ പ്രശ്നം നടക്കുന്നുണ്ട്, എറണാകുളത്തും ഇതേപോലത്തെ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കൊല്ലത്ത് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊല്ലംകാർക്ക് ഭയങ്കര ഒരു പഴിയാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓഫീസിലൊരു ചേട്ടനും ഇതേപോലെ കൊല്ലത്തെ ചേട്ടനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണിത് എന്ന് ചോദിച്ചു. നമ്മളെ മാത്രം ഇങ്ങനെ നോക്കുന്നത്, ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ നടക്കുന്നുണ്ട്. പാവല്ലേ കൊല്ലംകാര്. അതെ, എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു കൊല്ലത്ത് വന്ന് പ്രാങ്ക് എന്താണ് അങ്ങനെ ചോദിക്കുന്നത്. കുഴപ്പമില്ല കിട്ടിക്കോളൂന്ന് കേട്ടാന്ന്. അങ്ങനൊന്നല്ല, എല്ലാരും അങ്ങനൊന്നുമല്ല. കൊല്ലത്ത് നല്ല നല്ല ഫുഡ് സ്പോട്ട് ഉണ്ട്, മട്ടൻ ബിരിയാണി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ഇടയ്ക്ക് ഒരു മന്തിക്കട മൊത്തത്തിൽ കൊല്ലത്തെ ഒരു മന്തിക്കട മൊത്തത്തില് ഗ്ലാസ് ഒക്കെ അടിച്ചു പൊടിച്ചു ഒരു പയ്യൻ ഒറ്റയ്ക്ക് വന്ന് കൂട്ടുകാരമ്മലാണോ അല്ലാടിന്റെ ഒരു കൂട്ടുകാരൻ ടെൻഷൻ അടിച്ചു. അതുകൊണ്ട് എങ്ങനെയല്ല. ഓക്കെ ഓക്കെ. അവിടെ നൈറ്റ് ലൈഫ് വന്നിട്ടുണ്ട്, വി പാർക്ക് ഒക്കെ വന്നില്ലേ, എന്തോ ഒരു അപ്ഡേറ്റഡ് ആയി. പക്ഷെ വേറൊന്നും വിചാരിക്കും, എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല. ആണോ? അവിടെ അത്രയും രസമില്ല, ചുമ്മാ ആൾക്കാർ വന്ന് ഇങ്ങനെ കുറെ നിൽക്കുന്ന എന്താന്നറിയാൻ വയ്യ. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ദിവസം ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക്, ആലപ്പുഴയില് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഒരു വലിയ നൈറ്റ് ലൈഫ് അവിടെ ഉണ്ടോ ആലപ്പുഴ? ഇല്ല. അതുകൊണ്ടാണ് കൊല്ലത്ത് വന്നപ്പോ ഈ സാധനങ്ങൾ. ആലപ്പുഴയിൽ നൈറ്റ് ലൈഫാണ് കോമഡി. 8:30 ആകുമ്പോ എല്ലാം അടച്ചു പൂട്ടി കിടന്ന് ഉറങ്ങും. അതാണ് അവരുടെ നൈറ്റ് ലൈഫ്. അതറിയില്ല, അവര് വീട്ടിന്റെ അകത്തുള്ള ലൈഫ്, അതാണ് അവരുടെ നൈറ്റ് ലൈഫ്. എന്നിട്ട് അവിടെ ആലപ്പുഴയില് സീ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തുടങ്ങി. എന്നിട്ട് അവിടെ ആൾക്കാർക്കൊക്കെ കച്ചവടം ചെയ്യാനായിട്ട് രാവിലെ 6:30-7 മണി വരെയൊക്കെ അവർക്ക് നിന്ന് കച്ചവടം ചെയ്യാനുള്ള അനുവാദം കൊടുത്ത് ആലപ്പുഴയിൽ. എന്നിട്ട് സംഭവം എന്താണെന്ന് അറിയാമോ? രാത്രി 12:30 ആകുമ്പോൾ അടച്ചിട്ട് പോകും. അപ്പോൾ അവരോട് പോയിട്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ പറയും, ആളുണ്ടെങ്കിലല്ലേ നമ്മൾ തുറന്നു വെച്ചിട്ട് കാര്യമുള്ളൂ, കാരണം എല്ലാവരും പോകും. ആർക്കും അവിടെ അങ്ങനെ ഒരു കൾച്ചർ അവിടെ ഇതുവരെ ബിൽഡല്ലേ. പക്ഷേ അവിടെ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ, ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് കൊറോണയ്ക്ക് മുന്നേ ആലപ്പുഴ അടിപൊളിയായിരുന്നു, ഫുൾ ടൈം ഓൺ ആയിരുന്ന ഒരു സിറ്റിയാണ്. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ ആയിപ്പോയി. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഓക്കെ. കൊല്ലത്ത് എന്ത് വന്നാ കൊള്ളാന്നുണ്ട്? എന്തെങ്കിലും വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടോ? എല്ലാം ഉണ്ട് അവിടെ. എടുത്ത് കഴിച്ചു. അത് പറഞ്ഞ പോലെ സംസാരിക്കാൻ പറ്റൂന്നല്ലോ, അങ്ങനെ പാടും. നമ്മുടെ ചോദ്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇതാ നല്ലത്. എന്തെങ്കിലും ചോദിക്കുമ്പോ വെയിറ്റ് 1 മിനിറ്റ്. പക്ഷെ ഇത് നമ്മളൊരു സൈക്കോളജിക്കൽ മൂവ് ആണല്ലേ, ഇത് കൊടുത്ത സത്യം പറയുന്നത്. പക്ഷെ അവൻ എല്ലാം പറയുന്നുണ്ട്, കൊടുക്കാതെ തന്നെ എല്ലാം പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷം. താങ്ക് ഗോഡ്, ടച്ച് വുഡ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അടുത്ത ഓണത്തിന് മുന്നേ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങട്ടെ. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതല്ലേ, പോഡ്കാസ്റ്റ് തുടങ്ങാൻ. അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്ന് ചുമ്മാ കോഞ്ഞടിക്കും. അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഞങ്ങള്. കണ്ടന്റ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുമല്ലോ. അതിന്റെ കാരണം നമുക്ക് എല്ലാവരും കൂടെ ചുറ്റിലിരുന്ന് സംസാരിച്ചാലോ, അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ ആലോചിക്കും. അനിയനെ പറ്റി പറ, കേക്കട്ടെ. സൂപ്പറാണ്. ഞാൻ ചെല്ലുമ്പോഴാണ് കൂടുതലായിട്ടും ഇതാവുക. അപ്പോഴത്തേക്ക് എനിക്ക് എന്നെ കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിരിക്കണം. അപ്പം അവനെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ചെല്ലുന്നൊരു ദിവസം എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും. മാക്സിമം വ്ളോഗിൽ കൂടെ കാണുന്നുണ്ട്. അത് തന്നെയാണ് അതിൽ നടക്കുന്നത്. എല്ലാം സാധനം മേടിച്ചു കൊടുക്കുക, ടോയ് മേടിച്ചു കൊടുക്കുക, ഫുഡ്. അത് തന്നെ അച്ഛൻ ഷൂട്ടിന് കഴിഞ്ഞിട്ട് വരുന്ന ചെയ്യുന്ന സംഭവങ്ങളിത്. വന്നു കഴിഞ്ഞാൽ നേരെ ഇവനായിട്ട് കടയിൽ പോകും, ഇവന് വേണ്ടിയിട്ടുള്ള മിഠായി, ടോയ്സ് അതെല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരും. ആ ഒരു ഇത് അതിപ്പം എനിക്കത് കൊണ്ടുപോകണമെന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ്റെ ഓർമ്മകളും എല്ലാം കുഞ്ഞായിരിക്കത്തില്ല, അറിയില്ല, കാണുമായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഇത് തന്നെ ഡെയിലി കേട്ടോണ്ട് പോകുന്നൊരു സംഭവമായിരിക്കുമല്ലോ അതിനകത്ത്. എന്തായാലും ഈ ടീഷർട്ട് ബ്രാൻഡിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ചുകൂടെ അറിയാൻ താല്പര്യമുണ്ട്. ലൂപ്സി ബൈ കിച്ചു. ഓക്കെ, പേര് എവിടെ നിന്ന് വന്നത്? പേര് ഇങ്ങനെ കുറെ ഇങ്ങനെ ആലോചിച്ച് ഒരു ലൂപ്പിന്റെ ഒരു സംഭവത്തിലൊക്കെ ആലോചിച്ച് എന്റെ മോൾ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്, അതാണ് കിച്ചു അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ രീതിയിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ ആലോചിച്ച് അത് ലൂപ്സി എന്ന് മാത്രമാക്കാന്ന് വിചാരിച്ചു. പിന്നെ ലൂപ്സി എന്നുള്ളൊരു പേര് നമുക്ക് കിട്ടത്തില്ല, കുറെ ഉണ്ടോണ്ട് ഞാൻ പറഞ്ഞപ്പോ ലൂപ്സി ബൈ കിച്ചു എന്നുള്ള രീതിയിലാക്കാം. ആ പരസ്യമൊക്കെ ഭയങ്കര രസമുണ്ട്. മോഡലൊക്കെ വന്നിട്ട് കട്ടക്ക് മോഡലല്ല, ഞാൻ തന്നെ. ഏതാ മറ്റേ പരസ്യോ വെബ്സൈറ്റിന്റെ ലൂപ്സി ബൈ കിച്ചു. അത് പെട്ടെന്ന് രാവിലെ അവരെ കണ്ട് സെറ്റ് ചെയ്ത്. ആണോ? അതെ. ഓ അടിപൊളി. ഈ ടീഷർട്ടിന്റെ ഡിസൈൻസ് ഒക്കെ ഇത് എവിടെ നിന്നാ കൊണ്ടുവരണേ?
അത് ഞാൻ തന്നെ എൻ്റെ ഓരോ തോട്ട് അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം ഇപ്പം ഒറ്റയാൻ ഒറ്റയാനിപ്പം ഈ എനിക്ക് വേടന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്സ്. പാട്ടല്ല, കുറെ കഥകളാ പുള്ളി പറയാ. അടിപൊളി അപ്പം കഥകളാണ് ഇഷ്ടം. ഒരു സ്റ്റോറി ആയിരിക്കും മൊത്തത്തിൽ പറയാ. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ അതിൽ നിന്നുള്ള ഓരോന്നൊക്കെ ഇങ്ങനെ എടുക്കുന്ന. ഈ സ്റ്റോറി വേടനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ ഞാൻ ഇതൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഒരെണ്ണം കൊണ്ട് ഗിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇറക്കിയിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഒരു ഇത് വേണ്ടേ. ലൂപ്സി ബൈ ടീഷർട്ടായിട്ട് ചെന്ന് നിന്നിട്ട് കാര്യമില്ലല്ലോ. ശരിയാണ്. പിന്നെ ഈ ലൂപ്സി ബൈ കിച്ചു എന്ന് പറയുന്ന സംഭവം നമുക്കിപ്പോ വെബ്സൈറ്റ് ഉണ്ടോ? വെബ്സൈറ്റ് ഡൊമൈൻ ഇപ്പൊ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടോണ്ടിരിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? വെബ്സൈറ്റിൽ നിന്ന് ഇപ്പൊ വാങ്ങാൻ പറ്റത്തില്ല. എന്റെ ഡൊമൈൻ റെഡി ആക്കിയുള്ളൂ. വെബ്സൈറ്റ് ഇപ്പം റെഡി ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എങ്ങനെ? വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അല്ലെങ്കിൽ ആ ലൂപ്സി ബൈ കിച്ചു എന്നുള്ള ഇൻസ്റ്റയിൽ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. അതിനകത്ത് DM ചെയ്ത് അതിനാണ് കൂടുതൽ എടുക്കുക. ഓഫേഴ്സ് വല്ലതും ഉണ്ടോ? ഓഫേഴ്സ് ഓണത്തിന്റെ ഒരു പുതിയ ഡിസൈൻ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. ഓണത്തിന്റെ ഒരു ഇത് ഇറക്കുന്നുണ്ട്. ഈ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ മൈ ഡെസിഗ്നേഷൻ സ്വരൂപം എന്ന് പറയും. ഞാൻ അവരുടെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അവരാ ഭയങ്കര ഈ ഇങ്ങനത്തെ പ്രിന്റഡ് സാധനത്തിൽ ഭയങ്കര ക്ലിക്കായ. ഞാൻ കൂടുതൽ അവരുടെ റെഫറൻസ് ഇങ്ങനെ നോക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അവര് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ചാത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ. നിങ്ങൾ ആലോചിക്കണം, കഷ്ടപ്പെട്ട് അവര് കുത്തിയിരുന്ന് ദിവസങ്ങളോളം ഇരുന്ന് അവര് കുത്തിയിരുന്ന് ദിവസങ്ങളോളം ഇരുന്നൊക്കെ ആയിരിക്കും ഒരു ഡിസൈൻ കണ്ടുപിടിക്കുന്നത്. അതിനിറക്കി അങ്ങ് ക്ലിക്ക് ആക്കുമ്പോൾ അവരൊരു വാല്യൂ ഇടുന്നു. ആൻഡ് തൊട്ടടുത്ത ഓണത്തിന് അതിൻ്റെ ഒരു 10,000 കോപ്പി അതിന്റെ പകുതി വിലക്ക്. ഇത് പറഞ്ഞാൽ മോശമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആണ് കുറെ ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന മൈ ഡെസിഗ്നേഷൻ, ഞാൻ ഇടുന്ന ഓൾമോസ്റ്റ് ടീഷർട്സും മൈ ഡെസിഗ്നേഷന്റെ സാധനം. അതില് ആ നടുക്കത്തെയും ആ വെള്ളയും നല്ല ടേസ്റ്റ് ആണ്. അത് കഴിച്ചു. ഇത് കഴിച്ചിട്ട് ഇത് വേറെ ഫ്ലേവർ അല്ല. ഞാൻ പട്ടിണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നീ ഇത് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഡയറ്റ് ഒരു പ്രശ്നമില്ല. അപ്പം അവരുടെ വളർച്ച ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. കുട്ടിക്കാലം മുതലേ അവൻ വന്ന് അവിടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ നമ്മളവിടെ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ അവൻ ആ സമയത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ബ്രാൻഡ് തുടങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് തുടങ്ങിയ ടൈമിലാണ് ഇവരൊന്ന് കയറി ചെറുതായിട്ട് പച്ചപിടിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ വ്ളോഗിലൊക്കെ ഇടുമായിരുന്നു ടീഷർട്ട്. ഇവർ കുറേ സെലിബ്രിറ്റീസ് അറിയാൻ തുടങ്ങി, സിനിമകളിൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ലൂപ്സി ബൈ കിച്ചു അങ്ങനെ വളരട്ടെ. അതെ, ഒന്നും പകുതി എടുത്ത് വെച്ചിട്ട് ഒന്നും ഡ്രോപ്പ് ചെയ്യരുത്. ഇത് കുറച്ച് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുള്ള സംഭവം. എന്തൊക്കെയാ പകുതി എടുത്ത് വെച്ച് ഡ്രോപ്പ് ചെയ്ത കാര്യങ്ങൾ? ആനിമേഷൻ VFX അത് പകുതിക്ക് വെച്ച് ഡ്രോപ്പായി. എന്തോ ഒരു പൈസ അതിന്റെ ഒരു ഇഷ്യൂ. ഈ ലൂപ്സി ബൈ കിച്ചുവിന്റെ ഇത് വന്നപ്പം കൂടെ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, ഭയങ്കര സപ്പോർട്ട്. അച്ഛനെ പോലെ അച്ഛൻ്റെ അതേ ഫേസ് കട്ടുള്ള വലിയച്ഛൻ. അത് വലിയച്ഛൻ്റെ ചേട്ടൻ. ഇത് ഉണ്ണുണ്ണീസ് എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിളോടുണ്ട്, അവിടുത്തെ മാനേജറാ. പിന്നെ വല്യമ്മ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഈ ടീഷർട്ട് തന്നെ സെലക്ട് ചെയ്യാൻ റീസൺ എന്താ? അങ്ങനൊന്നുമില്ല, ടീഷർട്ട് മാത്രമല്ല നമ്മളെല്ലാം കൊണ്ടുവരണം. ആദ്യം ടീഷർട്ട് ഇറക്കിയെന്നേ ഉള്ളൂ. എനിക്കിപ്പം ഈ അവരുടെ ഇതുപോലെ തന്നെ ഷർട്ട്, ഹുഡീസ് അങ്ങനെ എല്ലാം ചെയ്യണമെന്നുണ്ട്. അപ്പം അതിൻ്റെ തുടക്കമായിട്ട് ഈ ഒരു ടീഷർട്ട് തുടങ്ങിയെന്നേ ഉള്ളൂ. ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും പറയും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ലെന്ന്. ഈ ക്വാളിറ്റി അല്ലാണ്ട് വേറെ എന്ത് ഒരു കാര്യമാണ് ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റണേ? ഈ ഒരു ഭയങ്കര യുണീക്ക് ഡിസൈൻ ആയിരിക്കണം. ഇല്ലാത്തൊരു സംഭവം ഭയങ്കരമായിട്ട് ഇത് വേണം. അതിലിഷ്ടപ്പെടണം ആൾക്കാർക്ക്. ഇപ്പം സോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു, എനിക്കറിയാം, അവർ കൂടുതലും ഈ കൊമിക് അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് ഓരോ കഥകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങൾ സ്റ്റോറി പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കേരളം ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ കൊല്ലം ബേസ് ചെയ്ത്, ഇപ്പോൾ കൊല്ലത്തിനെ പറ്റി എടുത്ത നെഗറ്റീവ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലം ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ടീഷർട്ട് വഴി ഭാവിയിൽ വരാം. ഇപ്പം അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല, വരാം. കിച്ചുവിന് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണോ അതോ അല്ലാതെ ഈ വ്ളോഗിങ് ചെയ്യുമ്പോഴാണോ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്? ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന്, കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം വരുന്നത്. ഈ വ്ളോഗ് നമ്മളെ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് ഇത് കാണാൻ വേണ്ടി. നമ്മൾ ഭയങ്കര പക്ഷേ തിരക്കായിരിക്കും, ജോലി തിരക്കുകൾ, പ്രഷർ. പക്ഷെ അതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നത്. അവിടെ സ്വന്തമായിട്ടല്ല ചെയ്യുന്ന എഡിറ്റിങ്. ഇപ്പം ഒരാൾക്കാരൊക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പം ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് ജോലി ശ്രദ്ധിക്കണം, ഇത് എഡിറ്റ് ചെയ്യണം. പക്ഷേ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ ആ വ്ളോഗ് കണ്ടിട്ട് ഒരു കമൻറ്റുകൾ ഇങ്ങനെ ഭയങ്കര പോസിറ്റീവ് വരുമ്പോൾ
ഇവര് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, അതൊരു ഭയങ്കര ഒരു ലഹരി. അതെ, പിന്നെ പിന്നെ വീഡിയോ ഇടാനുള്ള അങ്ങനെ ഒരു inspiration ആയിട്ട് ത്വരയുണ്ട്. മാറും. എങ്ങനെ പോസിറ്റീവ് കമന്റ്സ് ഒക്കെ അല്ലേ വരുന്നത്? അത് തന്നെ വരും. നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ വരുമല്ലോ, എന്തായാലും വരാതിരിക്കില്ലല്ലോ. ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ? പിന്നെ അതിലാണ് വരിക. അതുപോലെ അത് വേറെ യൂണിവേഴ്സിറ്റി സംഭവം. അത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. എന്തിട്ടാലും നെഗറ്റീവ് വരുന്ന അതെ അതെ അതെ. ഒരു വില്ലൻ പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി. അതെ, നമ്മളെ നാടിന് നല്ലത് ചെയ്തിട്ടാ പോലും ഒരു അപ്രീസിയേഷൻ കിട്ടും. അച്ഛനും അമ്മയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കയറിയാൽ മതി അല്ലേ? ഭയങ്കരമായിട്ട് അവരെ തുമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറിയാൽ മതി. സത്യം. 2 വീഡിയോ ഇട്ടാൽ മതി. ഇനി വേറെ ഒന്നുമില്ല കിച്ചു. അപ്പൊ എന്തായാലും കിച്ചുവിന്റെ ബിസിനസ് ഒക്കെ നന്നായിട്ട് വളർന്നു വരട്ടെ. നമ്മൾ വിളിച്ചതും ഓടിയെത്തി, അതിലൊരു മാറ്റവും ഇല്ല. ഒട്ടും ജാടയില്ലാത്ത പയ്യനാണ് കേട്ടോ. നിങ്ങൾ വിളിച്ചു നോക്ക്. അപ്പൊ ഞാൻ ചാട കാണിക്കാനായിട്ട് അങ്ങനെ ആയിട്ടില്ലല്ലോ. ഓക്കെ, അതാവട്ടെ. അങ്ങനത്തെ ഒരു ജാട ഒന്നും കാണിക്കില്ല, അങ്ങനെയൊന്നും കാണിക്കുന്ന പയ്യനല്ല. ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിച്ചുവിനെ നമ്മൾ വീഡിയോ കാണുന്നു. നേരിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കട്ടെ. ജീവിതത്തിൽ കുറേ ആഗ്രഹങ്ങളുള്ളൊരു പയ്യനാണ്. രാജ്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ പോകാനൊക്കെ? അങ്ങനൊന്നുമില്ല. ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ? അത് എനിക്ക് കസോൾ ഒന്നുകൂടിയും പോകണമെന്നൊരു ഇതുണ്ട്. എവിടെ? കസോൾ. അതാ ഇപ്പൊ ലാസ്റ്റ് പോയത്. അപ്പം അവിടെ ഒന്നുകൂടിയും പോകണം എന്നുണ്ട്. പോയ സമയത്ത് സ്നോഫോളിൽ പെട്ട് അവിടെ ലോക്കായി പോയി. അത് ഒറ്റ മൈൻഡിൽ പോയതാ. അത് ആരൊക്കെ ജയ് ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ജയിത്തില്ലായിരുന്നു, വേറെ തന്നെ ഉള്ളായിരുന്നു. അവിടെ ഇപ്പം ഡ്രസ്സൊക്കെ സാധാ ഡ്രസ്സ് ഇട്ടുകൊണ്ടൊക്കെ അങ്ങ് പോയെ. അവിടെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ചെന്ന് അവിടെ നിന്ന് ലോക്കായി പോയി. അപ്പം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ മൊത്തം റൂമിൽ തന്നെ ആയിരുന്നു. അപ്പം ഒന്നുകൂടി ഒന്നത് പോകണമെന്നുണ്ട്. ഇപ്പൊ ഈ 2026 എടുത്തിട്ടുള്ള റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോ 4 മാസം കൂടെ ഉള്ളു തീരാൻ. അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്ത് തുടങ്ങണം. സത്യത്തിൽ അതൊരു പോസിറ്റീവ് തിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ഇത്രയും നാളും നമ്മൾ നോർമൽ ആയിട്ടിരുന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു. ചെയ്യോ ചെയ്യാതിരിക്കോ അത് സെക്കൻഡറി തിങ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളതൊരു മാറ്റം. വി ആർ റെഡി ഫോർ എ ചേഞ്ച്. വലിയൊരു കാര്യമില്ലത്. ഞാൻ എന്ത് വരുന്നു അത് ഫേസ് ചെയ്യാം. ജയിത്തിങ് വന്നേ, മൈക്കിന്റെ ഫ്രണ്ട് വന്നു. പ്ലീസ് കം. ഈ വ്ളോഗ് എടുത്താൽ മതി. ഇത് കഴിച്ചോണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞു. നമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഇടയ്ക്ക് ഒരു BTS പോലെ എടുത്ത് വെക്കണം. ഞാൻ നോക്കുമ്പോ എല്ലാ വീഡിയോ മൊത്തം അതായത് സ്പേസ് തീർത്തോണ്ടിരിക്കുകയാണ്. 12 GB ഒന്ന് ഫില്ല് ആവും. അപ്പോ സ്പേസ് തീർക്കാൻ വേണ്ടിട്ട് മാക്സിമം എടുത്തോണ്ടിരിക്കല്ലേ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എല്ലാം പുള്ളി ഒരു ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ജയിജിത്താ എഡിറ്റ് ചെയ്യുന്നേ? അല്ലല്ല, എടുപ്പ് മാത്രമേ ഉള്ളൂ. കൊടുക്കും, എന്നിട്ട് എടുത്തിട്ട് അങ്ങ് കൊടുക്കും. കൊല്ലോണ് ശാന്തി സമാധാനം. എപ്പോഴാ മോനെ ഈ കിച്ചുവിനെ പരിചയപ്പെടുന്നത്? ഒരു 2 വർഷം മുന്നേ കൂട്ടുകാരന്റെ വഴി. ഒന്ന് മൈക്കൊന്ന് കൊടുക്കൂ. ഓക്കെ, നീ കിച്ചു കഴിച്ചോ? എപ്പോഴാ പരിചയപ്പെടുന്നത്? ഒരു 2 വർഷം മുന്നേ. എങ്ങനെയായിരുന്നു പരിചയപ്പെടുന്നത്? എന്ന് വെച്ചാൽ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. എനിക്ക് അവനെ അറിയായിരുന്നു. അവന്റെ കമ്പനി ഇവനായിരുന്നു. ഇപ്പൊ അവനെ കളഞ്ഞില്ല. അവന്മാര് എല്ലാരും ഉണ്ട്. സംഭവം ഉണ്ടല്ലോ, ഒരു കൂട്ടുകാരൻ ആണ്. അവ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യാൻ 3 പേരിൽ ഒരാളെ എപ്പോഴും കളയുന്ന ഒരു സ്വഭാവം. അപ്പൊ ഇവനെ ഫസ്റ്റ് പരിചയപ്പെടുത്തി തന്ന് എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. എനിക്കറിയാം, പക്ഷെ ഇവനെ ഞാൻ കണ്ടിട്ടില്ല. കൊല്ലം സുധിയുടെ മോൻ ഇവിടെ എന്റെ വീട്ടിന്റെ അടുത്താണ്. അപ്പൊ ഒരു സെലിബ്രിറ്റി ആ ഒരു മോഡ് അങ്ങനല്ല, എനിക്കിങ്ങനെ കണ്ടിട്ടില്ല, കാണണം. സെലിബ്രിറ്റി ആണെന്ന് അങ്ങനല്ല, കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ കൊണ്ട് കാണിച്ച് ഇത്ര ഉള്ള എന്നപ്പോഴും കാണുമ്പോഴെല്ലാം സൈലന്റാ, ഒരു മൂലയ്ക്ക്. ഇങ്ങനെ തന്നെ ഇതൊന്നല്ല, ഇതിനെ കാട്ടിയായിരുന്നു. മിണ്ടത്തില്ല. ഡിപ്രഷന്റെ എക്സ്ട്രീം മിണ്ടാതെ ഒരു ഇങ്ങനെ തലയും കുനിച്ച് ഒരു മൂലക്ക് ഫ്രണ്ട് സർക്കിൾ നിൽക്കുമ്പോഴും കുഞ്ഞിലോട്ട് അങ്ങനെ ആയിപ്പോയി പെട്ടെന്ന്. ഒരു കൊറോണ ടൈമിൽ ഭയങ്കരമായിട്ട് ഇതായത്. കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിരുന്ന് അതിനകത്തൊരു ലോകം അങ്ങനെ മാത്രം അങ്ങ് പോയി. ഒരു പുറത്തൊരു ഇന്ററാക്ട് ഇല്ല. അത് കമ്പ്യൂട്ടർ ആയിരുന്നു വഷളാക്കിയത് ശരിക്കും, ഗെയിം കളിപ്പിച്ച്. അങ്ങനെ അതൊരു സിറ്റുവേഷൻ. എനിക്ക് അതിലായിരുന്നു ഞാൻ സന്തോഷം. കാരണം അതിന്റെ പുറത്തോട്ട് ഇറങ്ങി ഒന്നും ഇല്ല ചെയ്യാൻ. അവിടെ ആണെങ്കിലും ഒരു സെറ്റപ്പ് അങ്ങനത്തെ രീതിയിലായിക്കൊണ്ട് എനിക്ക് അതിലായിരുന്നു ഒരു ഹാപ്പി എന്നല്ല, എനിക്കൊന്നും ആലോചിക്കാതെ അതിനകത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി. നമ്മളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ച് അല്ലെ അങ്ങനെയൊക്കെ
നിങ്ങള് ഞാനല്ലേ? ഓക്കെ. നീ എങ്ങനെയായിരുന്നു? ഓക്കെ. ഇവരൊക്കെ ആ സമയത്ത് ഗെയിം എങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മള് കമ്പ്യൂട്ടർ വെറുതെ ആവശ്യമില്ലാതെ അൺവാണ്ടഡ് കുറെ ഫോൾഡേഴ്സ് ഉണ്ടാക്കി ഫോൾഡർ. നീ ചിരിക്കുന്നതിന് ഇല്ല, അത് കേട്ട് ചിരിച്ചത്. ഇല്ല, പറയണ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ ഭയങ്കരമായിട്ട് കുറെ മെമ്മറീസ്. മെമ്മറീസ്. പക്ഷെ നിങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ മെമ്മറീസ് ഒന്നുമില്ല. ഞാനും ജെൻസിയാണ്, 1998. 98 അല്ലേ? ജെൻസിയാണോ നീ? നിങ്ങളുടെ മെമ്മറീസ് എങ്ങനെയാണ്? ഈ ഫോൾഡർ അല്ല, പെൻഡ്രൈവാണ്. മെമ്മറിക്ക് അടുത്തുള്ള. ഓക്കെ. അപ്പൊ എങ്ങനെ ശരിയാക്കി എടുത്തു മോനെ ഇത് എങ്ങനെ ഒരു ഭയങ്കര കോമ സ്റ്റേജിൽ നിന്ന് ശരിക്കും മേടിക്കും? വന്നിരിക്കും, ഇവന് ഊക്കാൻ തുടങ്ങും, കളിയാക്കും, പിന്നെ പയ്യെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഇവിടെയും പോകുന്നിടത്തെല്ലാം പോകും, എല്ലായിടത്തും ഒരു സംസാരിക്കും. വിശ്വാസം ഉണ്ടാക്കിയും കൂട്ടുകാര്. എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാർ പോലല്ല എനിക്ക് കൊല്ലത്ത് വന്നപ്പോൾ കിട്ടിയ. എനിക്ക് എന്തും പറയാം. ആ ഒരു സംഭവം കിട്ടിയപ്പം ഭയങ്കരമായിട്ട് ഓപ്പൺ ആവാൻ പറ്റി അവരടുത്ത്. എൻ്റെ വിഷമങ്ങൾ മൊത്തം ഒന്ന് പറയാൻ പറ്റി. ഇതൊക്കെ അവരും അതുപോലെ തന്നെ കൂടെ നിർത്തി ഓരോ കാര്യത്തിലും എല്ലായിടത്തും കൊണ്ടുപോകാൻ തുടങ്ങി. പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ, ആൾക്കാരുടെ തൊട്ട് സംസാരിക്കും, ഇൻട്രാക്ടിങ് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ അങ്ങനെ വന്നു. മോ എന്ത് ചെയ്യുന്ന? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്തില്ല. വീഡിയോ ആണ് എന്തെങ്കിലും പറ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തില്ല, ഡ്രോപ്പ് ചെയ്തു. അത് കുഴപ്പമില്ല. എന്താണ് ലക്ഷ്യം? എന്താണ് മോന്റെ ലക്ഷ്യം? കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റട്ടെ. കിച്ചുവിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്? പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഒന്നിനും നോ അറിയത്തില്ല, ആയിരത്തിന് നോ അറിയത്തില്ല. എന്ത് പറഞ്ഞാലും ഓക്കെ, ചെയ്യാം, കൂടെ നിൽക്കാം, ആ ഒരു സംഭവം പോസിറ്റീവ് ആയിരിക്കും. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അവൻ്റെ സ്വന്തം കാര്യത്തിൽ അവന് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരാൾ വിഷമോ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെന്നു പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുറച്ച് ഇത്തിരി കൂടെ മെച്ചോർഡാണ്. കൂട്ടത്തിൽ കാര്യങ്ങളെല്ലാം നോക്കി നടത്തും. കാരണം ഒരുപാട് ജീവിതത്തിൽ കണ്ട് എക്സ്പീരിയൻസ് ഒരുപാട്. അതെ, അത് നമ്മൾ പഠിക്കും. ഇവ അത് പഠിച്ചില്ലേല് അത്ഭുതമാണ്. നമ്മൾ അതിൽ സീറോ ആണ് ഷിഫിനെ, അല്ലേ? ഇപ്പോഴും നമുക്ക് ചുറ്റുപാട് ഒരുപാട് പേരുണ്ട്, അതെ. നമ്മുടെ ഉമ്മ, വാപ്പ, നമ്മുടെ സഹോദരൻ, ഇവരെല്ലാം ഉണ്ട്. പക്ഷേ ഇത് ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് സത്യം. ഞാൻ ഇപ്പൊ ഇവന്മാർക്കാണെങ്കിലും ഓരോ കാര്യങ്ങൾ വരുമ്പം ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ അപ്പുറം എന്തായിരിക്കും അത് ഞാനായിരിക്കും ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നായിരുന്നു. അടിപൊളി. ഇത് പോയി കഴിഞ്ഞ് ഇങ്ങനെ ആവും. ആ ഒരു സംഭവം എപ്പോഴും ഉമ്മടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ വന്നൊരു സിറ്റുവേഷൻ ഉമ്മാര് വരരുത്. ആ ഒരു സംഭവം എനിക്കുണ്ട്. ഈ നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ, ഒരു മൂലയ്ക്ക് തന്നെ ഇരിക്കും, വെക്കം ട്രിഗർ ആവും. ചെറിയ കാര്യത്തിന് ആള് ആരാ എന്താന്ന് നോക്കാതെ ട്രിഗറായി എന്തോ അടിക്കുന്നില്ല, വെക്കങ്ങ് വായ വരുന്നെല്ലാം വിളിച്ചു പറയും. അങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് മാറുമോ? അത് പെട്ടെന്ന് റിഗ്രറ്റ് ആവും പെട്ടെന്ന്. ആണല്ലേ? ഇങ്ങനെ പറഞ്ഞൊരു ഇത്ര സെക്കൻഡിനുള്ളിൽ റിഗ്രറ്റ് ആയി പോയി. അത് ഈ പഴയ ഈ ഓർമ്മകളും ഇതൊക്കെ തന്നെയാണ് ചിലപ്പം അത് അതിലോട്ട് കൊണ്ടുപോകുന്നത് ആണോ? ഞാൻ കുഞ്ഞിലോട്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് റിഗ്രറ്റ് വരും. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വിഷമിപ്പിച്ചാല്. ഋതുപ്പൻ അതുണ്ടാ അങ്ങനെ ദേഷ്യം? ഇല്ലായിരിക്കും. സത്യത്തിൽ ഇവനെ കാണുമ്പോഴേ ഓർമ്മ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും കാണും. ഒരു കൂട്ടുകാരൻ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരാള്, അല്ലേ? അതെ. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെ കൊണ്ടുപോവാ. എല്ലാം നന്നായി വരട്ടെ. അപ്പോ അടുത്ത തവണ അടുത്ത ഓണത്തിന് മുന്നേ എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരട്ടെ. ഐ മീൻ നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ താങ്കളുടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ നൗ? സൂപ്പർ. ഞാൻ ഇതേപോലെ ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. സംഭവം കൊള്ളാം. ഭയങ്കര എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റി. അതാണ് ആദ്യത്തെ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ വരിക. ആണോ? അതെ. സന്തോഷം. താങ്ക് യു സോ മച്ച്. അത് നമ്മുടെ ഫുഡിന്റെ ഗുണമാണോ അതോ നമ്മുടെ ഗുണമാണോ? അല്ല, അത് നിങ്ങളുടെ ഗുണം. താങ്ക് യു. അപ്പൊ എത്ര ഫ്രീ ആവാൻ പറ്റും ഭയങ്കരമായിട്ട്. എന്തോ ഒരു സന്തോഷമൊക്കെ കിട്ടിയതുപോലെ അല്ലേ? കുറച്ച് വിഷമങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി. ഇപ്പം ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയിരിക്കുമ്പോൾ പലതും എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പലതിനോടും പേടിച്ചിട്ടൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. എപ്പോഴും ഇരിക്കുമ്പോ അങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇത് അങ്ങനെയൊന്നും ഇല്ല മോനെ. ഇതാണ് നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. എനിക്ക് പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ പണ്ടോട്ടേ കാണുന്നത്, എനിക്കറിയാം എങ്ങനെ ആയിരിക്കും, എങ്ങനെ പോവും. അരുതുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പേടിച്ചേ പറ്റുള്ളൂ വെച്ചാൽ, കാരണം ഇത്ര കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ഇതിൽ നിന്നും ചിലർ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇവിടെയും തൊടാതെയൊക്കെ അങ്ങനെ എഡിറ്റ് ചെയ്യുന്നവരുണ്ട്.
എത്ര ഇൻസ്റ്റാഗ്രാം റീൽസ് ഇറങ്ങിയിരിക്കുന്നു. കിച്ചുവിന്റെ ആഗ്രഹം വീട് സ്വന്തമായിട്ട് വേണം എന്നാണ്. അപ്പം അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. സ്വന്തമായിട്ടൊക്കെ ഏൺ ചെയ്ത് ഒരു വീടൊക്കെ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് മോനെ. നിങ്ങളിപ്പം വെച്ചല്ലേ ആ ഒരു ഫീല് പറയേ. 14 വർഷം എടുത്തു ഞാൻ അതിന് വേണ്ടിയിട്ട്. കാരണം എനിക്ക് എൻ്റെ ജോലി കിട്ടുന്ന 22 വയസ്സിലാണ്. ഈ 22 വയസ്സിന് ഞാൻ കഷ്ടപ്പെട്ട് കുറേ എനിക്ക് കിട്ടുന്ന ഇത് പ്രൊമോഷൻസ് വഴിയുള്ള പൈസ ഇതൊക്കെ ഞാൻ സേവിങ്സിലോട്ട് മാറ്റിക്കും. അപ്പോൾ നീ കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പല സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ ഉണ്ടാക്കുന്നുണ്ടോ, നീ എവിടെയാണോ ഈ പൈസയൊക്കെ കൊണ്ട് പൂത്തി വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാർ കളിയാക്കും. കൂട്ടുകാരന്മാരുടെ കളിയാക്കൽ പക്ഷേ അത് സ്നേഹമുള്ള കളിയാക്കലാണ്. പക്ഷേ ചുറ്റുവട്ടത്ത് ചിലർ ഏങ്ങി കളിയാക്കും. കാരണം ഇവ എന്തോടോ ഈ പൈസ, അങ്ങനെയൊക്കെ ഏങ്ങലുണ്ട്. ചില സമയം നമ്മൾ തളർന്ന് വീഴും ഈ ഏങ്ങലിൽ. കണ്ണ് എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷേ എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയി എൻ്റെ സാലറി അതെല്ലാം. പക്ഷേ ഞാൻ അമ്മയോടെല്ലാം കാര്യങ്ങൾ, എൻ്റെ ഉമ്മയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഉമ്മയുടെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഉമ്മ ഈ പൈസ ഞാൻ ഈ ചിട്ടിക്കൊക്കെ കൊടുക്കുന്നതൊക്കെ സേവ് ചെയ്ത് കടങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. പിന്നെ ആ പൈസയൊക്കെ സേവ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട് ഈ ഒരു 1-2 ആഴ്ച മുന്നേ അത് പാല് വെച്ച് കഴിഞ്ഞായിരുന്നു. സൂപ്പർ, അതിൽ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് കിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന ഒരുപാട് കരയും, ആ വീട്ടിൽ കയറി നിന്ന് കരയും. കാരണം ആ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്ന മെമ്മറീസ് ഭയങ്കര സന്തോഷമാണ്. അത് ആരെയും ഞാൻ വിളിക്കില്ല, ഇവനെ വിളിക്കില്ല, എൻ്റെ കൂട്ടുകാരെ വിളിക്കില്ല. ആ വീട്ടിൻ്റെ അകത്തിരുന്ന് ഞാൻ ഇങ്ങനെ രാജകീയമായിട്ട് ഒരു കല്ലെടുത്തിട്ടില്ല, ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല, ആ പണിയടക്കില്ല, കല്ലിൻ്റെ പുറത്തിരുന്നിട്ട് ഞാൻ കുറേ ആലോചിച്ചിരുന്ന് കരയും. പക്ഷെ ആ കരയുന്ന ഒരു സന്തോഷമുണ്ട്, ആനന്ദ കണ്ണീരെന്ന് പറഞ്ഞു. അവിടെ താമസം തുടങ്ങി. അപ്പം അതൊരു സംഭവമാണ് ഷിഫിനെ. ആ പൈസ ഒക്കെ കിട്ടി നമ്മൾ ചെയ്യുമ്പോൾ അപ്പം അതിനു വേണ്ടിയിട്ടാണോ സേവിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ഇപ്പോൾ ഉള്ളൊരു ഡ്രീം. ശരിയാവട്ടെ, ഇൻഷാ അല്ലാ. ശരിയാവട്ടെ. ഓക്കെ.